കസ്റ്റമർ ഈസ് ദ കിങ്. ഇത് ശരിക്കും ഒരു ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഐഡിയ ആണ്. ദാറ്റ് മീൻസ് ഒരു ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ആശയമാണ്. ശരിക്കും ഓരോ കാലഘട്ടത്തിനും സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് പഠിച്ചാൽ മാത്രമേ നമുക്ക് നമ്മളെ ബിസിനസ്സിലെ സെയിൽ ഇൻക്രീസ് ചെയ്യാൻ പറ്റുള്ളൂ. പല ഓൺട്രപ്രണേഴ്സും അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകളും നല്ല ക്വാളിറ്റിയുള്ള സർവീസുകളും പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നു. അവരുടെ പ്രൊഡക്റ്റിന് ധാരാളം ഫീച്ചേഴ്സ് ഉണ്ട്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രമാത്രം ബെനിഫിറ്റ്സ് കസ്റ്റമേഴ്സിന് മുന്നിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നു. എന്നിട്ടും സെയിൽ ക്ലോസ് ചെയ്യാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? നിങ്ങളുടെ ബിസിനസ്സിലെ പ്രൊഡക്റ്റ് ആവട്ടെ, നിങ്ങളുടെ ബിസിനസ്സിന്റെ സർവീസ് ആവട്ടെ, നിങ്ങളുടെ പ്രൊഡക്റ്റും സർവീസും നല്ല രീതിയിൽ സെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഫോളോ ചെയ്യുന്നത് കസ്റ്റമർ ഈസ് ദ കിങ് എന്ന് പറയുന്ന ആശയത്തിന്റെ പിറകിലല്ല. കസ്റ്റമറെ നമ്മളൊരു കിങ് ആയി ട്രീറ്റ് ചെയ്യുമ്പോൾ അതിന്റെ അഡ്വാൻറ്റേജസ് എപ്പോഴും കസ്റ്റമർ എടുക്കാനായിരിക്കും ട്രൈ ചെയ്യുക. പകരം നിങ്ങളുടെ സെയിൽ നല്ല പോലെ ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ 3 പ്രിൻസിപ്പിൾ നിങ്ങൾ ഫോളോ ചെയ്യണം എന്നുള്ളതാണ്. ഒന്ന്, കസ്റ്റമറും നിങ്ങളും തമ്മിൽ ഒരു മ്യൂച്വൽ ട്രസ്റ്റ് ഉണ്ടായിരിക്കും. കസ്റ്റമറും നിങ്ങളും തമ്മിൽ മ്യൂച്വൽ റെസ്പെക്ട് ഉണ്ടായിരിക്കും. കസ്റ്റമർക്കും നിങ്ങൾക്കും ആ സെയിൽ നടക്കുമ്പോൾ മ്യൂച്വൽ ബെനിഫിറ്റ്സ് ഉണ്ടായിരിക്കും. മ്യൂച്വൽ ട്രസ്റ്റും മ്യൂച്വൽ റെസ്പെക്ട്സും മ്യൂച്വൽ ബെനിഫിറ്റ്സും നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയാൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ബിസിനസ്സിലെ പ്രൊഡക്റ്റും നിങ്ങളുടെ ബിസിനസ്സിലെ സർവീസും ഈസി ആയിട്ട് സെയിൽ ചെയ്തു. ഈ ഒരു പ്രിൻസിപ്പിൾസ് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളതിന്റെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ട്രെയിനിങ് നിങ്ങളുടെ സെയിൽസ് ടീമിന് ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾ ട്രൈ ചെയ്യണം.